ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹാലോവിൻ സ്പെഷ്യൽ ബോട്ടിലായിട്ടാണ് ചെയ്തെടുക്കുന്നത്. മിനിയേച്ചർ ആയിട്ടുള്ളൊരു 3 ബോട്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ പെയിൻറ്റ് കഴിഞ്ഞിട്ടുള്ള ബോട്ടിൽസ് ഉണ്ടല്ലോ, ആക്രിലിക് പെയിൻറ്റിൻ്റെ, അപ്പോൾ അങ്ങനെയുള്ള ബോട്ടിൽസാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിതിലൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റൗണ്ട് സ്ക്വയർ ഏത് വേണമെങ്കിലും എടുക്കാം, പക്ഷേ നമ്മൾ ഒരുമിച്ച് തന്നെ ഒരുപോലെ ഉള്ള ടൈപ്പ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ആ റൗണ്ടായിട്ടുള്ളൊരു 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ ആദ്യത്തെ ഒരു ബോട്ടിൽ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ അങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് ഞാനിവിടെ പേൾ വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ മെറ്റാലിക് കളേഴ്സ് വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ, ഒരു സിൽവർ കളറുള്ള ഒരു കളർ, ആ ഒരു സിൽവർ അല്ല, കറക്റ്റ് ഒരു പേൾ വൈറ്റ് കളറാണ്. അപ്പോൾ ആ ഒരു കളർ വെച്ചിട്ട് ഞാൻ അടുത്ത ഒരു ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് കോട്ട് അടിച്ചാൽ അത്രക്കൊരു കവറേജ് ഉണ്ടാവില്ല കേട്ടോ, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ അടുത്തൊരു ബോട്ടിൽ ഞാനിവിടെ ഒരു ഓറഞ്ച് കളറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം എൻ്റെ കയ്യിലൊരു ഡാർക്കായിട്ടുള്ളൊരു ഓറഞ്ച് കളറാണുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഈ ഒരു പേൾ വൈറ്റും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ഷെയ്ഡ് ആവുകയും ചെയ്യും. പിന്നെ നല്ലൊരു ഗ്ലിറ്റർ പേളിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ, ഒരു ഗ്ലിറ്റർ കളർ, അപ്പോൾ ആ ഒരു കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പേൾ വൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നേരിട്ട് തന്നെ ഓറഞ്ച് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അത് കുറച്ചും കൂടി ഒരു നല്ലൊരു ഗ്ലിറ്ററായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു കളർ വെച്ചിട്ട് മൂന്നാമത്തെ ആ ഒരു ബോട്ടിലും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു കോട്ട് അടിക്കുമ്പോൾ നല്ലൊരു കവറേജ് ഇല്ല കേട്ടോ, കുറച്ചൊരു ലൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ 3 എണ്ണം നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ 3 ബോട്ടിലും നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഓറഞ്ച് കളറൊന്ന് ജസ്റ്റ് സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പേൾ വൈറ്റ് ഉണ്ടല്ലോ, സിൽവർ കളർ, അപ്പോൾ അതും ഞാൻ സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ലൊരു കവറേജ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ഓറഞ്ച് കളർ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പേൾ കളർ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മിക്സ് ചെയ്തപ്പോൾ അത്ര തോന്നിയില്ല, പക്ഷേ നമുക്ക് ആ ഒരു പെയിൻറ്റും അത് ബോട്ടിലും കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ, കറക്റ്റ് നല്ലൊരു തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു സിൽവർ കളർ ആണെങ്കിലും നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാനും. പിന്നെ ബ്ലാക്ക് കളർ ഞാൻ സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കുന്നില്ല, ഒരു കോട്ട് അടിച്ചപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കവറേജൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 ബോട്ടിൽ ഇപ്പോൾ പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഹാലോവിൻ സ്പെഷ്യലായിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു തിന്നായിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ഒരു ബ്ലാക്ക് കളർ ബോട്ടിലേക്ക് ഞാനിവിടെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. നമ്മളിതിൽ ഒരു കണ്ണിൻ്റെ ഒരു സ്ഥാനത്ത് ഇതിലൊരു പ്ലസ് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നോസിൻ്റെ ആ ഭാഗത്ത് ഒരു ഡോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വായൻ്റെ ഭാഗത്തും ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ക്യാരക്ടറിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ആ ഒരു ഹാലോവിൻ സ്പെഷ്യൽ ഡിസൈൻസ് നോക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിൻ്റെ നെയിം എനിക്കറിയില്ല. അപ്പോൾ അറിയുന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്തായിട്ട് നമ്മൾ ആ ഒരു പേൾ വൈറ്റ് കൊണ്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ടിലേക്ക് കട്ടോ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 വലിയ കണ്ണ് പോലെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് ഇതിലേക്ക്. പിന്നെ അതുപോലെ ഒരു മൂക്കും ഒരു വായും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര് സ്കെലിറ്റൻ ആണ്. അപ്പോൾ ഞാനിതൊക്കെ ആ ഗൂഗിളിൽ നോക്കിയിട്ട് മനസ്സിലാക്കിയാണ് കേട്ടോ. അപ്പോൾ മോൾക്കൊക്കെ അതിൻ്റെ ക്യാരക്ടറിൻ്റെ പേരൊക്കെ അറിയാം, കാരണം കുട്ടികൾക്കാണെങ്കിൽ കാർട്ടൂണൊക്കെ കണ്ടിട്ട് ഹാലോവിൻ സ്പെഷ്യലും ക്യാരക്ടറിൻ്റെ നെയിമൊക്കെ അറിയുന്നത്. അപ്പോൾ അങ്ങനെ അതിലൊരു വായ പ്രത്യേകിച്ച് ഇങ്ങനെ എന്താ പറയുക, സ്കെലിറ്റൺ ആകുമ്പോൾ ഉണ്ടാവുമല്ലോ ഒരു പല്ലിൻ്റെ ഒക്കെ ഇത്, അപ്പോൾ അതുപോലുള്ള രീതിയിലൊന്നും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സിൽവറിലേക്ക് ആ ഒരു ബ്ലാക്ക് കളർ ഡിസൈൻ വന്നപ്പം നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനും. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഓറഞ്ച് കളറ് ബോട്ടിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഈ ഒരു ഓറഞ്ച് കളർ പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, ഹാലോവിൻ്റെ ആ ഒരു പംകിൻ്റെ ഒരു കളറും ഓറഞ്ച് കളർ ഫേമസ് ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്നത്, ഹാലോവിൻ അടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഈ ഒരു ഓറഞ്ച് കളറാണ് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പംകിൻ്റെ അതിലിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ അതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ഒരു ട്രയാങ്കിൾ ആയിട്ടുള്ള 2 കണ്ണ്, പിന്നെ അതുപോലെ ഒരു ട്രയാങ്കിൾ ആയിട്ടുള്ളൊരു നോസ്, പിന്നെ ഒരു സ്കെലിറ്റൻ്റെ ഒക്കെ പോലത്തെ ഒരു വായ, അപ്പോൾ അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹാലോവിൻ സ്പെഷ്യൽ ഡിസൈൻസ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻസ് കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ ചിലതൊക്കെ ഭയങ്കര പേടിപ്പെടുത്തുന്ന പോലെ ഡിസൈനാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ പേടിയാവുമായിരുന്നു വരയ്ക്കാൻ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഡിസൈൻസാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഒരു
ഡിസൈനൊക്കെ നല്ല ഭംഗിയുള്ളത് നോക്കിയിട്ടാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 ബോട്ടിലേക്കൊന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു നല്ലൊരു സിൽവർ കളറ്, പിന്നെ അതുപോലെ ഓറഞ്ചിലേക്ക് നല്ലൊരു പേൾ കളറൊക്കെ ആയിട്ട് ഗ്ലൈസിങ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് കളറ്. അപ്പോൾ അങ്ങനെ 3 എണ്ണം നമ്മൾ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നെക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് ജൂട്ടിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ കെട്ടിക്കൊടുക്കുന്ന പോലെയല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു 3 ഇതായിട്ട് ഇങ്ങനെ ജൂട്ടിട്ട് എടുത്തിട്ട് നമ്മൾ ഈ മുടിയൊക്കെ പിന്നുന്ന പോലെ ഒന്നിങ്ങനെ പിന്നി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇതിലേക്കൊന്നിങ്ങനെ നെക്കിൻ്റെ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ആദ്യത്തെ ഒരു സിൽവർ കളർ സ്കെലിറ്റൻ്റെ ആ ഒരു ബോട്ടിലേക്ക് 2 എണ്ണമായിട്ടൊന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ആ ഒരു മെടഞ്ഞിട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ അങ്ങനെ വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചുറ്റിയിട്ട് ഒരു ബോ പോലെ ഇങ്ങനെ കെട്ടിക്കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ നമ്മൾ അതിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്നത് ഞാൻ ആ ഒരു ബ്ലാക്കിലേക്കും ഓറഞ്ചിലേക്കും ഒരു റൗണ്ടായിട്ട് മാത്രം ഒന്ന് ചുറ്റിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഹാലോവിൻ സ്പെഷ്യൽ മിനിയേച്ചർ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു പെയിൻറ്റിൻ്റെ ബോട്ടിലേക്കൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. കാരണം വലിയ ബോട്ടിലേക്ക് ചെയ്യാൻ ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ തന്നെ പേടിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യാത്തത് കുഞ്ഞു ബോട്ടിലേക്കൊന്നിങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തതാണ്. കുട്ടികൾക്കൊക്കെ ഈ ഒരു ക്യാരക്ടർ കാണുന്ന ഈ കാർട്ടൂണൊക്കെ കാണുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു ക്യാരക്ടേഴ്സൊക്കെ മനസ്സിലാവുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.